ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും വിജയം ഉണ്ടായി. ആ വിജയം എന്ന് പറയുന്നത് അവര് ആദ്യം ഒന്ന് പതറിയെങ്കിലും അവർക്ക് ഒടുവിൽ ആ യുദ്ധം ജയിക്കാൻ പറ്റി. ആ യുദ്ധം ജയിക്കാൻ പറ്റിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവരെ അവിടുത്തെ ജീവിതത്തിൽ അതുവരെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സമ്പത്താണ് ആ യുദ്ധാനന്തരം കുമിഞ്ഞുകൂടിയത് മുസ്ലിങ്ങളുടെ കയ്യിൽ. നമ്മൾ ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്ന സംഭവം. കാരണം ഹുനൈനുകാരുടെ കയ്യിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മഹാസമ്പത്ത്, ആ സമ്പത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക്, ത്വായിഫുകാരുടെ കയ്യിലുണ്ടായിരുന്ന സഖ്യകക്ഷികളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് വരികയാണ്. അത് മക്കയിലെ വലിയൊരു മൈതാനത്ത് ഒന്നാകെ നിരത്തി വെച്ചിരിക്കുകയാണ്. അത്രയധികം സമ്പത്തുണ്ട്. അതിൽ ആയുധങ്ങളുണ്ട്, ആഭരണങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, ഒരുപാട് അമൂല്യമായ സമ്പത്തുണ്ട്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് കോടീശ്വരന്മാരുടെ സമ്പത്തിന് തത്തുല്യമായ സമ്പത്ത് അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ ജീവിതത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടേയിരുന്ന, പട്ടിണി കടന്നുകൊണ്ടേയിരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത, ദിവസങ്ങളോളം അടുത്തു പുകയാത്ത ഒരു ജീവിതത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെന്താ ചെയ്തത് എന്ന് നമുക്ക് ഹദീസുകളിലും സീറ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗ്രൗണ്ടിൽ പോയി നിന്നു. എന്നിട്ട് സമ്പത്ത് ആവശ്യമുള്ളവരോടൊക്കെ വരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമ്പത്ത് എടുത്തങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന കൈ അയച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമ്പത്ത് എടുത്തങ്ങനെ കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ആയിടെ ഇസ്ലാം സ്വീകരിച്ച കുറെ ഖുറൈശികളൊക്കെ അങ്ങനെ അത്ഭുത സ്തബ്ധരായി ഇങ്ങനെ നോക്കുകയാണ്. കാരണം അത്രയധികം സമ്പത്ത്, ആരുടെയും കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന സമ്പത്ത്, ആ സമ്പത്ത് ഒരാൾക്ക് കിട്ടിയിട്ട് അതിനൊരു വിലയും കൽപ്പിക്കാതെ വെറുതെ കല്ലും മണ്ണും എടുത്ത് കൊടുക്കുന്നത് പോലെ അതെടുത്ത് അങ്ങനെ കയ്യയച്ച് കടക്ക് നോക്കാതെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്കും എത്രയും കൊടുക്കാം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മക്കയിലുള്ളവരും നജിദിലുള്ളവരൊക്കെ ആ മൈതാനത്തേക്ക് ഇങ്ങനെ എരമ്പി കയറി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൊടുക്കുന്നു, ഒരുപാട് കൊടുക്കുന്നു. കിട്ടിയ ആൾക്കാർ പിന്നെയും കണ്ണുക്ക് വെക്കുമ്പോൾ ഇനി വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ എടുത്തു കൊടുക്കുന്നു. അതിദരിദ്രനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൂടെ ഈ മഹാസമ്പത്തിങ്ങനെ കടന്നു പോവാണ്. ഒന്നും കയ്യിൽ തങ്ങി നിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും എടുക്കാതെ ആ മഹാസമ്പത്ത് മുഴുവൻ തീർന്നു. അത് തീർന്ന സമയത്ത് അൻസാരികളുണ്ട് അവിടെ. ആ അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അവരിലെ പുതിയ തലമുറയിലെപ്പെട്ട ആൾക്കാരിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമ്പത്ത് മുഴുവൻ വാരിക്കോരി കൊടുത്തു. പക്ഷെ അൻസാരികൾക്കൊന്നും കിട്ടിയിട്ടില്ല. അൻസാരികൾക്ക് ഇതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പത്തൊന്നും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഈ പുതിയ തലമുറയിൽപ്പെട്ട അൻസാരികൾ ഇങ്ങനെ സീനിയേഴ്സായ അൻസാരികളല്ല, പുതിയ കുട്ടികളാണ്. അവരിങ്ങനെ പതുക്കെ അടക്കം പറയാൻ തുടങ്ങിയെന്നാണ്. ഇതെന്താണ് ഇപ്പത്? ഇത്ര കാലം നമ്മളുടെ വാപ്പാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവിടുത്തെ സ്വീകരിച്ചത് നമ്മളാണ്, നമ്മളുടെ നാട്ടുകാരാണ്. നമ്മളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരുന്നത്. നമ്മളാണ് ഈ യുദ്ധങ്ങളിൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നത്. അവസാനം ഈ ചരിത്രത്തിന്റെ മുഴുവൻ ഒരു ശുഭകരമായ പര്യവസാനം പോലെ മക്ക കീഴടങ്ങി ത്വായിഫുകാരോടുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു, മഹാസമ്പത്ത് വന്നു. പക്ഷെ ആ സമ്പത്ത് മുഴുവൻ വേറെ വഴിയിലേക്ക് പോയി, അൻസാരികളുടെ കയ്യിലേക്കൊന്നും വന്നില്ല. ഇതിങ്ങനെ കുട്ടികളിങ്ങനെ പറയുന്നു എന്ന് അവരുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കിയ സമയത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ഇങ്ങനെ ഒരു സംസാരം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കാൻ പറഞ്ഞു, മുഴുവൻ അൻസാരികളെയും വിളിക്കാൻ പറഞ്ഞു. എല്ലാ അൻസാരികളെയും അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അൻസാരികളല്ലാത്തവരോട് മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ആ പുറത്തേക്ക് പോയിട്ട് അൻസാരികളോട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന അതിവൈകാരികമായൊരു സംസാരമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ പുകഴ്ത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി എടുത്തു പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ പെട്ടവനാണ്, ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ഞാൻ ജനിച്ചത് മക്കയിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഞാനിനി മദീനയിലേക്ക് നിങ്ങളോടൊപ്പം മടങ്ങിപ്പോരാണ്. മക്ക എൻ്റെ നാടാണ്, ഈ നാട് എൻ്റെ നാടാണ്. ഈ നാടിപ്പോൾ ഞാൻ ജയിച്ചിറക്കിയിരിക്കുന്നു. പക്ഷെ ഞാനിവിടെ താമസിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നിങ്ങളുടെ കൂടെ മടങ്ങിപ്പോവാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷമല്ലേ?
ഇവിടെയുള്ള മറ്റു മനുഷ്യരെല്ലാം ഭൗതിക വിഭവങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ എന്നെയും കൊണ്ടാണ് സ്വന്തം നാട്ടിലേക്കും വീടുകളിലേക്കും മടങ്ങിപ്പോകുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരല്ലേ? നിങ്ങൾ സംതൃപ്തരല്ലേ? നിങ്ങൾക്ക് ഞാൻ പോരെ? ഇവിടെ കുമിഞ്ഞുകൂടിയ ഈ ആഭരണങ്ങളെക്കാൾ, ആയുധങ്ങളെക്കാൾ, വാഹനത്തെക്കാൾ, ഈ അമൂല്യമായ സമ്പത്തിനേക്കാൾ, ഈ സമ്പത്തിന്റെ പാരാവാരത്തെക്കാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ നിങ്ങൾക്ക് ലാഭം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സമയത്ത് അൻസാരികൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കരയാണ്. അവർ കരഞ്ഞിട്ട് പറയാണ്, പ്രവാചകരെ, ഞങ്ങൾക്ക് അങ്ങയം മതി, ഞങ്ങൾക്ക് ഈ ദുന്യാവ് വേണ്ട. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയത് മുതൽ ദുന്യാവ് നഷ്ടപ്പെട്ടവരാണവർ. ആ യുദ്ധങ്ങളുടെയും പടയോട്ടങ്ങളുടെയും ഈ ഒരു പര്യവസാനത്തിന്റെ സമയത്ത് സമ്പത്ത് കിട്ടാനുണ്ടായിരുന്ന ഒരു അവസരത്തിൽ അവർ ആ സമ്പത്ത് അവിടെ വെച്ചിട്ട് അത് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോവാണ്. നമ്മളോട് കാലം ചോദിക്കുന്ന ചോദ്യം അതാണ്. നമ്മളുടെ മുന്നിൽ പല പ്രലോഭനങ്ങളും ഉണ്ടാകും. നമ്മളെ പലരും ആടി വിളിക്കും. ഇവിടെ ദുന്യാവിന്റെ അലങ്കാരങ്ങൾ ഉണ്ടാകും, പകിട്ടുകൾ ഉണ്ടാകും, സൗന്ദര്യങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള ആഘോഷങ്ങളും തിമർപ്പുകളും നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണും. എല്ലാവരും അയഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. എല്ലാതരം നിയന്ത്രണങ്ങളും ഇല്ലാതാകുന്നത് നമ്മൾ കാണും. ദുന്യാവ് ആസ്വദിക്കാനുള്ളതാണ് എന്ന പാഠം നിരന്തരമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് എല്ലാതരം ദുന്യാവിന്റെ ആസ്വാദനങ്ങളിലേക്കും പളവളപ്പുകളിലേക്കും നമ്മളെ പലരും മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. കാലം നമ്മളോട് ചോദിക്കുന്നു, പരിശുദ്ധ പ്രവാചകനെ നിലത്ത് വെച്ച് മണ്ണിലിട്ട് ഉപേക്ഷിച്ചു പോയി ഈ ദുന്യാവിന്റെ പളവളപ്പുകളിലേക്ക് നടന്നു ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന് നമ്മൾ ഉത്തരം പറയുമെങ്കിൽ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരുമില്ല. നമ്മൾ അറിയുക, നമ്മളുടെ അഭിമാനം എന്ന് പറയുന്നത്, നമ്മളുടെ സ്വത്ത് എന്ന് പറയുന്നത്, നമ്മളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ച് പോയ ആ ജീവിതചര്യയാണ്. ആ ജീവിതചര്യ മുറുകെ പിടിക്കുന്നത്, അത് ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിന് തുല്യമാകുന്ന കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പോലും അത് ഞാൻ വഴിയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന്, നിലത്തിടുകയില്ലെന്ന്, അതിനെ ഞാൻ അവഗണിക്കുകയില്ലെന്ന്, അതിനേക്കാൾ മറ്റൊന്നിനും ഞാൻ വില കൊടുക്കുകയില്ലെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മൾ പുതിയ കാലത്തെ അതിജീവിക്കാൻ പ്രാപ്തരാവുക. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ആർക്കും നമ്മളെ തെറ്റിക്കാൻ കഴിയില്ല. ലോകത്ത് പലതും നടക്കും, പക്ഷെ അതൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കില്ല, അതൊന്നും ആകർഷകമായി നമ്മൾക്ക് അനുഭവപ്പെടില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തേക്കാൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയേക്കാൾ മൂല്യമുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചാൽ ഒരു തരം പ്രലോഭനങ്ങൾക്ക് നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് അൻസാരികൾ ചെയ്ത പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തിരുശരീരം കാണാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി തൂകുന്ന മുഖത്തേക്കൊന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവശേഷിച്ചു പോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ ആശ്ലേഷിക്കാനും ചേർത്ത് പിടിക്കാനും അതിനെ മാറോട് ചേർക്കാനും അവർക്ക് കഴിഞ്ഞതുപോലെ നമുക്കും കഴിയും. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നാളെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്കുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തും ഉണ്ടാകും. അത് ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുകയും നമ്മളുടെ